പായൽ ഇഷ്യൂ അത് ഈ ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞ വട്ടവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാമാനം എയും കുണ്ണയൊക്കെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തു വെച്ച് അതിൽ ഏറ്റവും വലിയൊരു ഇത് ഉണ്ടാവില്ല, പുള്ളിക്കാരുടെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങി കേട്ടാ. ഈ വീഡിയോ ഇറങ്ങിയതിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറെ വാണ പേജുകളുണ്ട്. ഈ പേജുകളിൽ അവന്മാര് അതിനകത്ത് ഒരു ബോട്ടും കൂടെ ആഡ് ചെയ്യും. എന്താണെന്നറിയോ? നിങ്ങൾ കമന്റ് ഇട്ട ഇൻബോക്സിൽ ലിങ്ക് അയച്ചു തരാം, കോപ്പ് അയച്ചു തരാം, അത് അയച്ചു തരാം. അത് കണ്ടുകൊണ്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ കുറെ വാണ കണ്ടികളുണ്ട്, മനസ്സിലായ? ഫ്രസ്ട്രേറ്റഡ് ഫുണ്ടകൾ. അതിനി റിയൽ ആണോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയാം. ഈ തുണ്ട് കാണുന്നത് ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഈ ഇതേലത്തെ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ ബാൻഡാ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇപ്പൊ ഒരു പോണ ആക്ട്രസോ അല്ലെ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്നതിനൊന്നും ഇത് പറയാനോ ഒന്നും ഇവിടെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളുടെ സാധനം ഇറങ്ങുക നാളെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചു, ഡ്രീമർ ഗത പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വെച്ചുണ്ടാക്കി ഇപ്പൊ വരുവാന്ന് വിചാരിച്ചാൽ നിങ്ങളത് ഉടനെ ഡ്രീമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ നിങ്ങൾ ചാടി കയറി അത് ഷെയർ ചെയ്യരുത്. അത് ചെയ്യരുത്. അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണേ എല്ലാം രണ്ട് സൈഡ് നിങ്ങൾ നോക്കട്ടെ. പുള്ളിക്കാരി ഇപ്പൊ ലീഗലി മൂവ് ചെയ്യുകയാണെന്നൊക്കെ പറയണുണ്ട്. അപ്പൊ ഓരോരുത്തന്മാർ എടുത്ത് വെച്ച് കളിക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഷെയർ ചെയ്യണവന്മാരൊക്കെ ആയിരിക്കും ഏറ്റവും എടുത്ത് വെച്ച് പോണേ. അങ്ങനെ വന്ന് എല്ലാവരെയും പൊക്കുന്നൊന്നും അല്ല ഞാൻ പറയണം. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വരാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. കേസ് നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഉള്ളതല്ലേ. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നുവെച്ചാൽ വീട്ടില് അച്ഛനോടും അമ്മയോടും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിനോടും എല്ലാവരുടെ ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും, മനസ്സിലായ? അതൊരു ഭയങ്കര സാധനമാണ്. എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റ് ആണ്, ഓൺ പോയിന്റ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാ. നമുക്ക് കുറെ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളാ, അത് ശരിയാ. പക്ഷെ ഈ പറയണ സാധനമാണ് പറ്റാത്തത്, ഇതിന്റെ നെഗറ്റീവ് സൈഡ്.